We are in front of Skydive Dubai and കുറച്ച് സമയത്തിനുള്ളിൽ we are going to jump out of a plane from a height of 13,000 feet. വെൽക്കം ടു ആ സ്കൈഡൈവ് വ്ളോഗ്. ഞങ്ങൾ ചെയ്യുന്നത് ടാൻഡം സ്കൈഡൈവ് ആണ്. ടാൻഡം സ്കൈഡൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്ലെയിനിൽ നിർത്തിയാടും, ബട്ട് നമ്മളെ ഒരു ഇൻസ്ട്രക്ടർ അക്കമ്പനി ചെയ്യും. അതായത് ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെയാണ് നമ്മൾ ചാടുന്നത്. വിൽ ബി അറ്റാച്ച്ഡ് ടു ഹിം വിത്ത് എ ഹാർനസ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ല ഇത് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് വിൽ ബി വെരി സേഫ്. നമ്മൾ ജസ്റ്റ് പുള്ളി പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. പുള്ളിയായിരിക്കും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ജമ്പിങ്, ലാൻഡിങ്, നമ്മുടെ പാരഷൂട്ടിൻ്റെ കൺട്രോളിങ് എല്ലാം പുള്ളിയായിരിക്കും ചെയ്യുന്നത്. നമ്മളൊന്നും അറിയണ്ട, വെറുതെ ഇങ്ങനെ പുള്ളി പറയുന്നതായിട്ട് ഇരുന്നാൽ മതി. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ്. പിന്നെ ഞങ്ങൾ ദുബായ് സ്കൈ ഡൈവാണ് ചൂസ് ചെയ്തത്. കാരണം ഞങ്ങൾ നോക്കിയപ്പോൾ വി സോ ദാറ്റ് ദിസ് ഇസ് ദി വേൾഡ് സേഫസ്റ്റ് സ്കൈ ഡൈവ് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെ സേഫ്റ്റി എല്ലാവർക്കും പേടിയുണ്ടാകും, ചാടുമ്പോൾ പാരഷൂട്ട് ഓപ്പൺ ആവോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സ്കൈ ഡൈവിലെല്ലാം അങ്ങനെ ആയിരിക്കും. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നല്ല പാരഷൂട്ട് തന്നെ ആയിരിക്കും, ക്വാളിറ്റി പാരഷൂട്ട് ആയിരിക്കും. സെക്കൻഡ് നമ്മളൊരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും, പുള്ളിക്ക് അറിയായിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി ഇൻ കേസ് നമ്മുടെ പാരഷൂട്ട് ഓപ്പൺ ആയില്ലെങ്കിൽ വി ഹാവ് എ ബാക്കപ്പ് പാരഷൂട്ട്. അപ്പോൾ നമ്മുടെ പാരഷൂട്ട് ഓപ്പൺ ആയാൽ ബാക്കപ്പ് പാരഷൂട്ട് ഉണ്ട്. ഓൾസോ ഇപ്പോൾ ഇൻസ്ട്രക്ടറിൻ്റെ വല്ല ബോധം പോയി പുള്ളിക്ക് പാരഷൂട്ട് ഓപ്പൺ ആക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ഡിപ്ലോയ്മെൻറ്റ് ഡിവൈസും ഉണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ഉള്ളിൽ പാരഷൂട്ട് ഓപ്പൺ ആയില്ലെങ്കിൽ ഈ ഡിപ്ലോയ്മെൻറ്റ് ഡിവൈസ് ഓപ്പൺ ആക്കും. പിന്നെ അതും ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു ക്യാമറമാൻ ചാടും, പുള്ളിക്ക് നമ്മൾ പിടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇനി ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളിലെത്തിയിട്ട് നമുക്ക് അറിയാം. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇതാണ് നമ്മുടെ സ്കൈഡൈവ് ദുബായിൻ്റെ ലോബി. ഇതാണ് നമ്മൾ കാണുന്നത്. ദേ അവിടെ ഓൾറെഡി ഒരാൾ ലാൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, ഇവിടെ പാരഷൂട്ട്സ് ഒക്കെ മടക്കി എല്ലാം സെറ്റപ്പ് ആക്കുന്ന ഒരു സ്കീമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പാസ്പോർട്ട് ആവശ്യം വന്നു, ID വെരിഫിക്കേഷൻ ഉണ്ട്. സോഷ്യൽ മീഡിയ എഡിറ്റ് ആണെങ്കിൽ 150 AD, സെയിം ഡേ എഡിറ്റ് സെൽഫി ആണെങ്കിൽ 250 AD. യെസ്, നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ഈ സംഭവം തരും. അതായത് നമ്മുടെ ടൈം ആകുമ്പോഴത്തേനും ഇത് ബീപ്പ് ചെയ്യും. വെയിറ്റിംഗ് ടൈം 1 hour ആണ് പറഞ്ഞത്. സോ ഇതിൻ്റെ മുകളിലൊരു കഫേ ഉണ്ട്, അപ്പോൾ അവിടെ പോയി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചാടാൻ പോകുന്ന ആൾക്കാർക്ക് പാരഷൂട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ പാരഷൂട്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അവരെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ നോക്കും. ഓ, എൻ്റെ പൊന്നെ, വ്യൂ രക്ഷയില്ലല്ലേ. പൊങ്ങി ഈ ദുബായിൽ എവിടെ പോയാലും ഈ ഒരു വ്യൂ നമുക്ക് ഇപ്പൊ നമ്മുടെ 3rd ടൈമാണ് നമ്മള് അതിന് ദുബായ് കാണുന്നത്. ഈ ദുബായ് Hello and welcome to Skydive Dubai. We are minutes away from throwing you out of a plane. How do you feel? I feel so excited. Yeah? But then more excited. First time? Yeah. Super excited then. Did you meet your instructor? Yeah. He's explained everything? Yeah. Easy enough? Yeah. Yes, that's what we like to hear. Any last words for your friends and family? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്കൈ ഡൈവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ just come to Skydive Dubai. Have a great time. We'll see you in the sky. Bam! Crawling around, searching for higher ground. Can't see in front of me, my enemies. I've tried every possibility, ability to know if I can bleed. If that's what you wanted, you won't get it tonight.
'Cause I can fly, I can fly, I can fly, I can fly. I'm crawling around, searching for higher ground. Can't see in front of me, my enemies have tried. Yoo-hoo! Welcome back. Oh my god. Stand up. How was that? Crazy. Was that fun? Yeah, it was crazy. Would you go again? Yeah, I would definitely do it again. That's what we love to hear. Congratulations. Thank you. And thanks for joining us here Yeah, at thank Skydive you. Dubai. Woo! ഞങ്ങളുടെ ഫസ്റ്റ് സ്കൈ ഡൈവ് കഴിഞ്ഞു. ഇപ്പൊ ലാൻഡ് ചെയ്തുള്ളൂ. ഓ മൈ ഗോഡ്, എന്ത് സാധനം! ഒന്നും പറയാനില്ല. ഒരു പ്ലെയിനിൽ നിർത്തി ചാടുക. ഞങ്ങളിപ്പോൾ ലാൻഡ് ചെയ്തോളൂ. നിങ്ങളുടെ ലൈവ് റിയാക്ഷൻ ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് വേറൊരു എക്സ്പീരിയൻസ്. നമുക്ക് ആക്ച്വലി പ്രോസസ്സ് ചെയ്യാനൊന്നും പറ്റില്ല. മേളീസിൽ കഴിയുമ്പോൾ നമ്മൾ ചാടാൻ പോവാണ്, ആ ടൈമൊന്നും നമുക്ക് കിട്ടില്ല. വി ജസ്റ്റ് ഗോ ദേർ, അപ്പോൾ തന്നെ നമ്മൾ പറ്റി ചാടും. അല്ല, എനിക്ക് ആദ്യം ചാടണമെന്ന് ഉണ്ടായില്ല. അതാണ് ഞാൻ പ്ലെയിനിന്റെ കയറിയപ്പോ തന്നെ അറ്റത്ത് കയറിയിരുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് ആദ്യം പ്ലെയിനിൽ കയറിയാൽ ലാസ്റ്റ് ചാടും. ഓക്കെ, അതാണ് സംഭവം. അതെ, പക്ഷെ അടുത്തെത്താറായപ്പോ ഞാൻ താഴേക്ക് നോക്കിയപ്പോ ലൈക്ക് എന്താ പറയാ, ഈ സാറ്റലൈറ്റിൽ നിന്നൊക്കെയുള്ള ഇമേജ് ഇല്ലേ, അതേപോലത്തെ ഒരു എന്തോ ഇത്. ഫസ്റ്റ് ഒരു കുറച്ചൊരു 10-20 സെക്കൻഡ് ഫ്രീ ഫോൾ ഉണ്ടല്ലേ. ഇറ്റ്സ് നോട്ട് സോ ഫാസ്റ്റ്. കുറെ നേരം ഫ്രീ ഫോൾ ഉണ്ട്. അതായത് മറ്റേ പുള്ളി നമ്മുടെ ഫോട്ടോ എടുക്കല, ആദ്യം പുള്ളി നമ്മുടെ താഴെ, പിന്നെ മേളില്, പിന്നെ ഇങ്ങനെ കറങ്ങി വന്ന് പുള്ളി നമ്മുടെ ബാക്കിലേക്ക്. എന്നോട് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. ഞാനോ ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ ചിരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്. ഫ്രീ ഫോൾ രക്ഷയില്ല. കുറേ നേരം നമ്മൾ ഫ്രീ ഫോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പാരഷൂട്ട് ഓപ്പൺ ആക്കും. പാരഷൂട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കിളിയായി. നമ്മൾ പാരച്യൂട്ട് കൈ തന്ന മറ്റേ വളയ്ക്കാനൊക്കെ. പുള്ളിക്ക് അല്ല, പക്ഷെ പുള്ളിയെ കൺട്രോൾ ചെയ്യണേ. പക്ഷേ എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറ്റിയാല് ഞാനിത് ഇങ്ങനെയൊക്കെ കിളീനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഈ ബിൽഡിംഗ് ഒക്കെ ഇത്ര ഉള്ളൂ. പാഞ്ചുമേറ എന്ത് രസോ, ഒരു രക്ഷയില്ല. ഇതിന്റെയൊക്കെ വീഡിയോ വരുമ്പോ എന്റെ മോന്നിൽ. അല്ല, ഞാൻ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിലരിങ്ങനെ വാ തുറക്കുമ്പോ ഇങ്ങനെ പറക്കില്ലേ. അതെ, ഞാനും അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വാ തുറന്നില്ല, ഞാൻ ഇങ്ങനെ തിരിച്ചു പിടിച്ച്. പക്ഷെ കൈയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ കാറ്റ് ഇങ്ങനെ അടിക്കുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് ഇങ്ങനെ പോകും. എന്തായാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളിപ്പോ ഇത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ പേടിയുണ്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്തേ പറ്റൂ. കാരണം ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ല, നമുക്ക് ഇനിയും വരാം. ഐ എം ഡെഫിനറ്റ്ലി ഗോണ ഡു ഇറ്റ്. ഐ തിങ്ക് ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്
ഇഷ്ടപ്പെട്ട് തുടങ്ങും. അതായത് ഈ ഇത്ര അഡ്രിനാലിൻ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ്, എൻ്റെ ഇൻസ്ട്രക്ടർ പുള്ളി എൻ്റെ കൂടെ, എൻ്റെ ഇൻസ്ട്രക്ടർ വാസ് ആൻ ആർക്കിടെക്ട്. പുള്ളി ഒരു ദിവസം റാൻഡമായിട്ട് ഇതുപോലെ ടാൻഡം സ്കൈ ഡൈവ് ചെയ്തു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളി പ്രൊഫഷനിലേക്ക് കയറി. എല്ലാവരും അങ്ങനെയാണ്. എൻ്റെ ഇൻസ്ട്രക്ടറിനോടും ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആഫ്റ്റർ മൈ ഫസ്റ്റ് ജംപ് ഇൻ പോളണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി US പോയി സ്കൈ ഡൈവിംഗ് പഠിക്കാൻ. ബിക്കോസ് ഇതൊരു സ്കൈ ഡൈവിംഗ് പഠിക്കാനാ, അതായത് പഠിക്കാൻ ട്രെയിൻ ചെയ്യാൻ. എന്നിട്ട് US നിന്ന് പുള്ളി ദുബായിലേക്ക് വന്നു. ഇതൊരു ക്രേസി പരിപാടി ആട്ടോ. ആൾക്കാരും വേറെ ലെവൽ. ഇൻസ്ട്രക്ടേഴ്സ് സോ കൂൾ, എക്സ്ട്രീംലി ചില്ലാണ്. നമുക്കിപ്പോൾ എന്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിലും അവര് അതൊക്കെ പറഞ്ഞു തരും. പിന്നെ അവര് നമ്മളെ വെറുതെ ഇതേ ലൈക്ക് സോ ഫൺ. അതായത് എൻ്റെ ഇവന്റ് ഇൻസ്ട്രക്ടർ എന്നോട് ചോദിച്ചു ഇവനെ താഴെ എത്തിക്കണോ വേണ്ടെന്നൊക്കെ പുള്ളി എന്നോട്. എത്തിക്കണോ അതോ തട്ടിക്കളയണോ എന്നൊക്കെ. ഇതേ അവര് ഒരു ദിവസം 7 to 8 ജംപ്സ് ചെയ്യും ഓരോരുത്തരും.